ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ പ്രതിഭയുടെ അടുത്താണ്. കലാനിലയത്തിൻ്റെ ഫൗണ്ടറായ കൃഷ്ണൻ നായർ സാറിൻ്റെ മകനാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. കലാനിലയം ക്രിയേറ്റീവ് ഡയറക്ടർ അനന്തപത്മനാഭൻ സാറ്. കലാനിലയത്തിൻ്റെ രക്തരക്ഷസ്, ഇപ്പോൾ ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ്. ഇപ്പം സിനിമയ്ക്ക് പോലും ആളില്ലാതിരിക്കുന്ന സമയത്ത് നിറഞ്ഞ സദസ്സിൽ 80 ഷോയോളം നടത്തിയതിൻ്റെ മാജിക്ക് എന്താണെന്ന് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ആരംഭിക്കാം അല്ലേ? ഇതാണ് ഈ മാജിക്ക് കാണാനാണ് ഇവിടെ ഇത്രയും നാളും ഇത്രയും ആൾക്കാരും വന്നുകൊണ്ടിരുന്നത്. എന്നോട് ചോദിക്കുന്നൊരു കാര്യവും അതാണ്, ഇതെന്താണ് ഈ മാജിക്ക്? ഇത് മാജിക്ക് എന്ന് പറയുന്നത് കലാനിലയം എന്ന് പറയുന്ന ഒരു 11 അക്ഷരത്തിൻ്റെ മാജിക്കാണ്. ഇത് എൻ്റെ അച്ഛൻ ശ്രീ കലാനിലയം കൃഷ്ണൻ നായരും എൻ്റെ അമ്മ കൊടുങ്ങല്ലൂർ അമ്മിണിയമ്മയും കൂടിയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 90 വർഷത്തെ ഒരു പാരമ്പര്യമാണ് കലാനിലയത്തിനുള്ളത്. ആദ്യകാലത്ത് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു ഇതുപോലെ. അന്നും പക്ഷേ മറ്റുള്ള നാടകത്തിൽ നിന്ന് വിഭിന്നമായിരുന്നു കലാനിലയ നാടകം. അത് ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളുമാണ് അന്ന് അച്ഛൻ അധികവും എടുത്തുകൊണ്ടിരുന്നത്. അന്നും സെറ്റിങ്സ് അന്നത്തെ പരിമിതമായ ആ സ്റ്റേജിൽ കാണിക്കാവുന്നതിൽ അത്ഭുതങ്ങൾ അന്ന് കാണിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? അതങ്ങനെ തുടർന്നുകൊണ്ട് എൻ്റെ അമ്മയും അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പോലത്തെ ഒരു സ്ഥിരം നാടകവേദി വേണം എന്നുള്ളൊരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. എന്തും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് 1963 ആദ്യത്തെ സ്ഥിരം നാടകവേദി എന്നൊരു ആശയം പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ ഓപ്പറ, കുരുക്ഷേത്രം ഓപ്പറയായിരുന്നു അത് ആദ്യം ആരംഭിച്ചത്. അത് മലയാളം നാടകവേദിയിൽ വലിയൊരു ഒരു ചലനം സൃഷ്ടിച്ചു. ഒരു മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക തുടക്കമായിരുന്നു അത്. ഒരേ സ്ഥലത്ത് 150-ൽ പരം കലാകാരന്മാർ ഒരേ സ്ഥലത്ത് നിന്ന് മാസങ്ങളോളം നാടകം കളിക്കുക എന്ന് പറഞ്ഞു, സിനിമ പോലെ, സിനിമാ തിയേറ്റർ പോലെ. അത് മലയാളികൾക്ക് ആദ്യത്തെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ആ അത്ഭുതം അന്ന് തൊട്ട് ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അത്ഭുതം. അപ്പോൾ സ്ഥിരം നാടകവേദിയിൽ നമ്മൾ പല പല നാടകങ്ങൾ വന്നു. കായംകുളം കൊച്ചുണ്ണി ഉണ്ടായിരുന്നു, കടമറ്റത്ത് കത്തനാൻ, രക്തരക്ഷസ്, ദശാവതാരം, ശ്രീകൃഷ്ണാവതാരം, ജീസസ് ക്രൈസ്റ്റ്, അങ്ങനെ 10-25 നാടകങ്ങളും നമ്മുടെ സ്ഥിരം നാടകവേദിയിലുണ്ടായിരുന്നു. ഈ കായംകുളം കൊച്ചുണ്ണി സ്ഥിരം നാടകവേദിക്ക് മുമ്പുള്ള നാടകമായിരുന്നു. അത് സ്ഥിരം നാടകവേദിക്കും അത് വീണ്ടും അവതരിപ്പിച്ചു. അപ്പോൾ ആദ്യം ഇത് അവതരിപ്പിച്ചപ്പോൾ അതിലത്തെ കായംകുളം കൊച്ചുണ്ണിയായിട്ട് അഭിനയിച്ച വീട്ടി അരന്തവർഷ മേനോനാണ് ആദ്യത്തെ ദേശീയ അവാർഡ്, ഏറ്റവും നല്ല നാടക നടൻ എന്നുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. അതിനുശേഷം ഇന്നുവരെ ആർക്കും കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഒത്തിരി കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് സിനിമകളെക്കാളും അഡ്വാൻസ്ഡ് ആയിരുന്നു കലാനിലയത്തിൻ്റെ നാടകങ്ങൾ. സ്റ്റേജിൽ ഒരേ സ്റ്റേജിൽ തന്നെ എന്താ പറയുക, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കടൽ വരും, കൊടുങ്കാറ്റ് വരും, പൂന്തോട്ടം വരും, മണിമാളിക വരും. അങ്ങനെയുള്ള പല പല അത്ഭുതങ്ങൾ, മനുഷ്യൻ ആ അത്ഭുതങ്ങൾ കാണാനാണ് കലാനിലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അത് നിമിഷ നേരം കൊണ്ടാണ് ഇതൊക്കെ മറയുന്നത്. അത് രക്തരക്ഷസ് നാടകത്തിൽ ഒരു പടുകൂറ്റൻ ജംബോ ജെറ്റ് വിമാന സ്റ്റേജിൽ വന്നിറങ്ങും. അതൊക്കെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. കാറുകൾ വരും, മഴ പെയ്യും. മഴ വെച്ചാൽ വെള്ളം വരുത്തി മഴ ചെയ്യാൻ ഈസിയാണ്, പക്ഷെ വെള്ളമില്ലാണ്ട് എങ്ങനെ മഴ വരുത്തും? അപ്പം അങ്ങനെ കുറേ ആ വിസ്മയങ്ങളാണ് മനുഷ്യനെ കലാനിലയം എന്നുള്ളൊരു സാധനം, ഈ നാടക കമ്പനിയെ മനസ്സിലേക്ക് ഏറ്റാൻ കാരണം. അങ്ങനെ ഒത്തിരി നാടകങ്ങൾ ഇതിൻ്റെ വില്ലുണ്ടായിരുന്നു. നാരദൻ കേരളത്തിൽ, അതൊക്കെ 150 ദിവസം 200 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ച നാടകങ്ങളാണ്. ആദ്യത്തെ സെറ്റയർ നാടകങ്ങളാണ് അതൊക്കെ. സെറ്റയർ നാടകമാണ് നാരദൻ കേരളത്തിൽ. അപ്പോൾ മനുഷ്യൻ എന്താ പറയുക, എല്ലാ മനുഷ്യങ്ങൾക്കും ഒരു സ്വപ്നം, ഒരു വർണ്ണലോകം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര വർണ്ണലോകം, ഒരു വർണ്ണ ചിത്രം എപ്പോഴും മനസ്സിലുണ്ട്, സ്വപ്നങ്ങളും അല്ലേ? അപ്പോൾ നമ്മുടെ നാടകം കാണാൻ വരുന്നവർക്ക് ആ ഒരു വർണ്ണാഭമായൊരു സ്വപ്ന ലോകത്തിലേക്കാണ് നമ്മുടെ നാടകങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ എന്താ പറയുക, വലിയ ചിന്തിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല, നാടകം ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളില്ല, നാടകങ്ങൾ ചിന്തിച്ച് നാടകം കാണേണ്ട ആവശ്യമില്ല. അവൻ 2.5 മണിക്കൂർ വന്ന് അന്തം വിട്ട് ഒരു സ്വപ്ന ലോകത്തിലിരിക്കുന്ന പോലെ കണ്ടുപോവാം. അതാണ് ഇതിൻ്റെ മാജിക്ക്. പിന്നെ കലാനിലയത്തിൻ്റെ നാടകങ്ങളെല്ലാം കാലഘട്ടങ്ങൾക്ക് അതീതമാണ്. ഇപ്പോൾ കടമറ്റത്ത് കത്തനാർ, രക്തരക്ഷസ്. കടമറ്റത്ത് കത്തനാർക്ക് 1963 കാലഘട്ടത്തിൽ തൊട്ട് തുടങ്ങിയ നാടകമാണ്. അത് ഇന്നും കോവിഡ് വരെ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നു കടമറ്റത്ത് കത്തനാർ. അതുപോലെ കായംകുളം കൊച്ചുണ്ണിയും കടമറ്റത്ത് കത്തനാരും കലാനിലയമാണ് ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചത്. ഐതിഹ്യമാലത്തെ ചെറിയൊരു കഥയാണത്. കടമറ്റത്ത് കത്തനാരും കായംകുളം കൊച്ചുണ്ണി കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്ന് പറയുന്ന ടാഗ് ലൈൻ കൊടുത്തിട്ടാണ് അച്ഛൻ കൊണ്ടുവന്നത്. അതിൻ്റെ വിജയസാധ്യത കണ്ടിട്ടാണ് സിനിമകൾ വന്നത്. ലാസ്റ്റ് നിവിൻ പോളിയെ വെച്ച് പോലും സിനിമ എടുത്തു ഇല്ലേ? കടമറ്റത്ത് കത്തനാരും നമ്മുടെ നാടകം കണ്ടിട്ടാണ്, അതിൻ്റെ വിജയസാധ്യത കണ്ടിട്ടാണ് സിനിമകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ജയസൂര്യ വെച്ച് പോലും സിനിമ എടുക്കും. ഇതൊക്കെ എത്ര വർഷം മുമ്പ് അച്ഛൻ കണ്ടു എന്ന് ആലോചിച്ചു. അപ്പോൾ നമുക്ക്
ഇപ്പോൾ യൂസഫലി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു താജ്മഹൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആ താജ്മഹൽ എങ്ങനെ ഉണ്ടാക്കി, അതാണ് അത്ഭുതം. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷം, 1973 ഈ രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം എടുത്തത്. അന്ന് ഈ 1973 ഈ സ്റ്റേജിൽ പ്ലെയിൻ വരിക, സ്റ്റേജിൽ കൂടെ കാർ ഓടിക്കുക, ട്രെയിൻ വരിക, കപ്പൽ വരിക, ഇതൊക്കെ എങ്ങനെ ചിന്തിച്ചു? അതെ. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അച്ഛൻ നാടകം എടുത്തത്. അപ്പോൾ ഇയാൾ ചോദിച്ചില്ലേ ഇതെന്താണ് മാജിക് എന്ന് പറഞ്ഞത്? ഇതാണ് മാജിക്, മനുഷ്യനെ വിസ്മയിപ്പിക്കുക, ഒരു മായാലോകത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് കലാനിലയത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ കലാനിലയത്തിൽ നാടകം കാണാൻ വരിക, നാടകം കാണുന്നതിനേക്കാൾ ഉപരി നാടകം കാണുന്നതിനൊപ്പം തന്നെ ഇവരുടെയൊക്കെ മനസ്സിലൊരു ഗൃഹാതുരത്വം ഉളവാക്കുന്നൊരു സംഭവമാണ് കലാനിലയം. അങ്ങനെ കുറേ എനിക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്ത്രീ രാത്രി നാടകം കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോയിട്ട് എന്നെ വിളിച്ചു. വളരെ വികാരഭരിതയായിട്ടാണ് എന്നെ വിളിച്ചത്. സാറിനോട് ഇപ്പോൾ സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ ഇല്ല പറയൂ സാർ, എനിക്കിന്നൊരു വലിയൊരു അത്ഭുതം ഉണ്ടായി. നമ്മൾ എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ നാടകം കണ്ടിട്ട് ഇപ്പോൾ വന്ന് ഞാനും എൻ്റെ മോളും കൂടെ നാടകം കഴിഞ്ഞ് വന്നതാണ്, പക്ഷേ എനിക്ക് സാറിനോടത് പറയണം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീയുടെ അച്ഛനുമായിട്ട് വന്ന് നാടകം കണ്ടാണ്. ഇന്ന് വീണ്ടും മകളുമായിട്ട് വന്ന് നാടകം വന്ന് കണ്ടപ്പോൾ, ആദ്യത്തെ നമ്മുടെ സൽക്കലാദേവി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു അവതരണ ഗാനമുണ്ട്. ഇത് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഇരുന്ന ഒരു ഫീല്, അച്ഛൻ്റെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ? കൊടുക്കാൻ പറ്റുന്ന സന്തോഷം അല്ലേ? അത് വലിയൊരു കാര്യം. ഇപ്പോൾ ആശാശരത്ത് വന്നപ്പോഴും നാടകം കാണാൻ വന്നപ്പോഴും ആശയം പറഞ്ഞത് അതാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന് നാടകം കണ്ട എൻ്റെ ഒരു ഫീല് എനിക്കിപ്പോൾ നമുക്ക് തോന്നിയെന്ന് പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നാടകം ഈ പ്രസ്ഥാനം നടത്തുന്നത് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. നമുക്ക് ഞാൻ 1950 കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ കായംകുളം കൊച്ചുണ്ണി അവതരിപ്പിച്ചപ്പോൾ 10,5,3,2,1 ടിക്കറ്റ് റേറ്റ്. നമുക്കിതിനൊരു വലിയ ലാഭം ഇല്ലെങ്കിൽ പോലും സാറിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അത് ത്വര കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഞാൻ അർപ്പിക്കുന്നൊരു എന്താ പറയുക, ഒരു പ്രണാമമാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതവികാരം. അത്രത്തോളം അവരെ നെഞ്ചിലേറ്റുന്നു. അതിനും ഒരു കാരണമുണ്ട്. കാരണം ഇവിടുത്തെ വലിയ നാടകത്തിൻ്റെ എന്താ പറയുക വലിയ അധികാരികപ്പെട്ട ആൾക്കാർ സംസാരിക്കുമ്പോഴോ ഒരു ചർച്ചയിലോ ഒരു മറ്റുള്ള ബുക്കുകളിലോ ഒന്നും കലാനിലയത്തിനെ പറ്റി പരാമർശിക്കില്ല. എൻ്റെ അച്ഛൻ നാടകം നടത്തി തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാളെടുത്ത് പട്ടിണിക്കോലായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ വലിയ മഹാനായി പോയേനെ. ശരിയല്ലേ? ഒരു നാടകത്തിൻ്റെ ഒരു ചർച്ചയിലോ ഒരു സ്ഥലത്തോ കലാനിലയം എന്നുള്ള നാടകത്തിനെ പറ്റിയോ അതിൻ്റെ മഹത്വത്തിനെ പറ്റിയോ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്തും നമ്മുടെ അച്ഛനെ പറ്റിയോ അതിനെ പറ്റിയോ മെൻഷൻ ചെയ്യില്ല. പക്ഷെ അതാണ് ഞാനിത് നടത്താനുള്ള എനിക്കുള്ള ഒരു തീർച്ചയായിട്ടും അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കണം. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് 50 കാലങ്ങളിൽ തൊട്ട് നടത്തിയൊരു പ്രസ്ഥാനം, ഇത്രയും അഡ്വാൻസ്ഡായൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ അച്ഛനും അമ്മയും അത് ഇത്രയും എന്താ പറയുക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെട്ടുകളും മുന്നോട്ട് കൊണ്ടുപോയി ഭംഗിയായി കൊണ്ടു നടന്നു. ഇന്നും അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. സത്യം പറഞ്ഞു അതാണ് ഇതിൻ്റെ പിന്നിലുള്ള എൻ്റെ എഫേർട്ട്. ഞാൻ എടുത്ത എഫേർട്ടിൻ്റെ കാര്യം അതാണ്. കാരണം അത് തെളിയിക്കുന്നതാണ്. ഇപ്പോഴും ഇവിടെ വന്ന പുതിയ തലമുറ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ കണ്ടിട്ട് ഷേക്കാൻ്റെ ഒന്ന് പോണുമ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരു സന്തോഷം, പൈസയെക്കാളും കൂടുതൽ വലിയൊരു സന്തോഷമായി കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇനി അടുത്ത ലെവലിലേക്ക് വന്ന കാര്യം കൂടി പറയാം. കോവിഡ് വരെ അപ്പോൾ അച്ഛൻ 1980 അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കാലം ഞാനത് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചത്. അപ്പോൾ ഇത് തൊഴിലാളികൾ 150 തൊഴിലാളികൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നമുക്കൊരു കാര്യം ഒരു അസോസിയേഷൻ പോലെ ഫോം ചെയ്തിട്ട് നീ തുടങ്ങണ്ട. എനിക്കപ്പോൾ നടത്തണമെന്ന് ആഗ്രഹം അന്ന് പ്രീ ഡിഗ്രി കാലമാണെങ്കിൽ. അമ്മ പറഞ്ഞു വേണ്ട നീ കൊച്ചു പയ്യൻ, നിന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല. നമുക്കൊരു കാര്യം ഇത്രയും തൊഴിലാളികൾക്ക് ഒരു അസോസിയേഷൻ പോലെ ഫോം ചെയ്ത് കൊടുക്കാം, അവർ നടത്തട്ടില്ല. അങ്ങനെ അസോസിയേഷൻ പോലെ ഫോം ചെയ്ത് കൊടുത്തു. പക്ഷേ അത് അവരെ കൊണ്ട് നടത്താൻ പറ്റില്ല. അച്ഛൻ എന്ന് പറഞ്ഞൊരു മഹാമേരു നടത്തിക്കൊണ്ട് സ്ഥാപനം അത് അങ്ങനെയൊന്നും കുറേ പേര് പിന്നെ കലാപ്രസ്ഥാനം ഒരു വലിയൊരു കൂട്ടായ്മയോട് നടത്താൻ പറ്റത്തില്ല. കാരണം ഏറ്റവും ചെറിയൊരു റോൾ എടുക്കുന്ന ഒരു കലാകാരന് പോലും അവൻ്റെ മനസ്സിൽ ഒരു മെയിൻ വേഷം എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പം അത് കൊണ്ടു പോകാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് നിന്നു. ഞാൻ കൊടുങ്ങല്ലൊരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു പെയിൻറ്റ് കടയൊക്കെ തുടങ്ങി 2-3 ബ്രാഞ്ചൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. കല്യാണം കഴിഞ്ഞു. മനസ്സിൽ മുഴുവൻ അപ്പോഴും നാടകം എങ്ങനെ തുടങ്ങും. പക്ഷെ അമ്മ സമ്മതിക്കില്ല. പിന്നെ ഭീമമായൊരു ചിലവും വേണമല്ലോ. അപ്പം ഈ ജഗതിച്ചേട്ടൻ്റെ അച്ഛനാണ് നമ്മുടെ നാടകങ്ങൾ മുഴുവൻ എഴുതിയിട്ടുള്ളത്. ഏകദേശം 99% നാടകവും ജഗതിച്ചേട്ടൻ്റെ അച്ഛനാണ് എഴുതിയിരിക്കുന്നത്, ജഗതി NK ആചാരി. അപ്പോൾ ജഗതിച്ചേട്ടൻ എപ്പോഴും പറയും നീ നാടകം തുടങ്ങുമ്പോൾ ഞാനുണ്ടാവും കേട്ടോ എപ്പോഴും, അത് നീ പറയണം. ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങാൻ റെഡി, പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കണ്ടേ.
അത് ശരിയാണല്ലോ എന്ന് പറയും. അപ്പോൾ എപ്പോഴും വീട്ടിൽ വരും. അങ്ങനെ വന്ന് അവസാനം അമ്പളിച്ചനോട് ഞാൻ പറഞ്ഞു ഞാൻ നടൻ തുടങ്ങാൻ പോകണം. അമ്പളിച്ചേട്ടൻ എന്തായാലും ഞാൻ അമ്പളിച്ചേട്ടനെ വിളിക്കുക. അമ്പളിച്ചേട്ടൻ അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്പളിച്ചേട്ടൻ അമ്മയോട് സംസാരിച്ച് ഞാൻ അവനെ നോക്കിക്കോളാം, അതൊക്കെ അവന് പറ്റും എന്നൊക്കെ പറഞ്ഞ് അമ്പളിച്ചേട്ടൻ്റെ ഉറപ്പിൽ ആണ് 2003 അച്ഛൻ മരിക്കുമ്പോൾ നിർത്തിയ സ്ഥലം, അതായത് മണപ്പാട്ടിപ്പറമ്പിൽ, അവിടെ വീണ്ടും 2003 നാടൻ തുടങ്ങി. അന്നത്തെ ഇപ്പോൾ കലാനിലയം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രക്തരക്ഷസും കത്തനാരുമാണ്. ഇതിൽ രക്തരക്ഷസാണ് ഞങ്ങൾ വീണ്ടും ആരംഭിച്ചത്. അന്ന് ജയതിച്ചേട്ടനെയും എല്ലാവരും കളിയാക്കി, നിങ്ങൾക്ക് പ്രാന്തുണ്ടോ, എന്നെ പപ്പൻ എന്നാണ് വിളിക്കട്ടല്ലേ, പപ്പൻ്റെ വാക്ക് കേട്ടിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനം. അന്ന് അച്ഛൻ നിർത്തുമ്പോൾ, അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇവിടെ ചാനലില്ല, സീരിയലുകളില്ല, മറ്റുള്ള ഒരു വിനോദ സിനിമ മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ ചലഞ്ചസ് കുറവല്ലേ ശരിക്കും പറഞ്ഞു. ഇപ്പോൾ ഈ അച്ഛൻ കൊണ്ട് നിർത്തിയൊരു എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങുമ്പോൾ അവിടുന്ന് തുടങ്ങണം, താഴത്ത് നല്ല തുടങ്ങേണ്ടത്. അപ്പോൾ ജയച്ചനോട് കാര്യം പറഞ്ഞു, പപ്പൻ്റെ വാക്ക് കേട്ടിട്ട് നീ ഇതിനകത്ത് ചാടണ്ട, എനിക്കങ്ങനെ പൈസ ഉണ്ടാക്കണമെങ്കിൽ മറ്റേ സിനിമ പിടിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പൈസ ഉണ്ടാക്കാനല്ല, പപ്പൻ്റെ അച്ഛനും അതുപോലെ എൻ്റെ അച്ഛനാണ് നാടകങ്ങളൊക്കെ എഴുതിയത്, അപ്പോൾ വീണ്ടും അത് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കണം, അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ്. പിന്നെ അവൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഒരു ഉറപ്പും ആ ഒരു കൈ എനിക്ക് തന്നതിൻ്റെ ഒരു ബലത്തിലാണ് ഇന്ന് കലാനിലയമായിട്ട് ഇന്ന് എനിക്ക് നിർത്താൻ പറ്റിയത്. ചേട്ടനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കലാനിലയം എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ 2003 ഞങ്ങൾ നാടകം ആരംഭിച്ചു. എല്ലാം കൊണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും ദൈവത്തിൻ്റെയും അതുപോലെ പണ്ടുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് വൻ വിജയമായിരുന്നു സത്യം പറഞ്ഞു. കടമറ്റത്ത് കത്തനാരെടുത്തു, നാരദൻ കേരളത്തിലെടുത്തു, കായംകുളം കൊച്ചുണ്ണി എടുത്തു, അങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ജയതിച്ചേട്ടന് ആക്സിഡൻറ്റ് വന്നു. പിന്നെ അവിടെ തന്നെ എൻ്റെ അമ്മ മരിച്ചായിരുന്നു അതിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊരു കുറച്ചൊരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് നിർത്തിയിട്ട് ഞാൻ എക്സ്പെരിമെൻ്റൽ നാടകം തുടങ്ങി. ആണ് ഹിഡുംബി എന്നൊക്കെ പറഞ്ഞ നാടകം. ആ നാടകമൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നാടകം കണ്ടിട്ട് ജനങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ പറയും, ചേട്ടാ ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്, ഇതൊക്കെ പിള്ളേർ ചെയ്യട്ടെ, നമുക്ക് വേണ്ടത് ഞങ്ങൾ കാണാൻ വരുന്നത് കത്തനാരും രക്തരക്ഷസും പോലത്തെ നാടകങ്ങളാണെന്ന് പറഞ്ഞു. വീണ്ടും അപ്പോൾ എൻ്റെ ഈ കലാനിലയം എന്നൊരു ബ്രാൻഡ് ജനങ്ങൾ ഉണ്ടാക്കി വെച്ചത് വലിയൊരു കാര്യമാണ്. അവർക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഉത്തരവാദിത്വം എനിക്ക് നടത്താണ്ടിരിക്കാനും പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും ആരംഭിച്ചു. പക്ഷേ കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും നിർത്തേണ്ടി വന്നു. കോവിഡ് വന്ന് നിർത്തിയ ആ ഒരു കാലത്ത് ഞാൻ ആലോചിച്ചു, കാരണം ഇനിയൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇപ്പോൾ അച്ഛൻ 50 കാലങ്ങളിൽ തുടങ്ങി, 63 സ്ഥിരം നാടകം തുടങ്ങി. അതിനുശേഷം നമുക്ക് ഇനി ഈ കാലഘട്ടം വരെ അത് മുന്നോട്ട് അല്ലേ, അതിൻ്റെ ഒരു ഇത്രയും ദീർഘവീക്ഷണം തുടങ്ങിയൊരു പ്രസ്ഥാനമല്ലേ, ഇനിയും ഞാൻ അത് തന്നെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മാറ്റങ്ങളില്ലാതെ പ്രസ്ഥാനം കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോവില്ല. നമ്മൾ ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പുതിയ തലമുറയാണ് ടാർഗറ്റ്. കാരണം അവർ വന്നാലേ ഈ ഏത് പ്രസ്ഥാനവും മുന്നോട്ട് പോകുള്ളൂ, കലാപ്രസ്ഥാനം അല്ലേ. സിനിമ പോലും മാറ്റങ്ങൾ വന്നില്ലേ, ന്യൂ ജനറേഷൻ ഏറ്റെടുക്കണം, പുതിയ തലമുറ ഏറ്റെടുക്കണം, എന്നാൽ പഴയ തലമുറയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പം അങ്ങനെ ഞാനിത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. കുറേ പേര് എനിക്ക് ഇതിനകത്ത് ഷെയർ കൂടാനൊക്കെ വന്നു. പക്ഷെ അങ്ങനെ കുറേ ആൾക്കാരുടെ നമ്മൾ ഷെയർ മേടിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. ഇതിനോടത്ത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരണം. ഒത്തിരി പേര് വന്നാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് നമ്മുടെ കാർട്ടൂണിസ്റ്റ് യേശുദാസ് സാർ, അദ്ദേഹത്തിൻ്റെ മകനുണ്ട് സാനു. അങ്ങനെയാണ് അദ്ദേഹമാണ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യൂ പപ്പനൊന്ന് സോഹൻ റോയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്ന് കോൺടാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അദ്ദേഹമായിട്ട് ഒരു പരിചയമില്ല, വേണ്ട, പപ്പനൊരു കലാധരൻ കൃഷ്ണനായരുടെ മകനാണെന്നും പറഞ്ഞ് ഒന്ന് മെസ്സേജ്, ഞാൻ ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു നമ്പർ തന്നു. ഞാൻ വെറുതെ ആരാന്നും എനിക്കറിയില്ല, അദ്ദേഹം എവിടെയാണെന്ന്, ഇവിടെയൊന്നും ഇല്ല. അദ്ദേഹം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാനാണ്, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന വ്യവസായ ശൃംഖലയാണ് പുള്ളിക്കുള്ളത്. എന്നാലും പോട്ടെ സാർ, ഞാൻ കലാനിലയം കൃഷ്ണനായരുടെ മകൻ അനന്തപത്മനാഭനാണ്, എനിക്ക് സാറിനൊന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞു, എവിടെയോ കിടക്കുന്ന അദ്ദേഹമുണ്ട്. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് മെസ്സേജ് വന്നു, അയ്യോ അതിനെന്താ, നമുക്ക് പരിചയപ്പെടാമല്ലോ, കാണാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനത്തെ എൻ്റെ ആശയം പറഞ്ഞു മാത്രം. പക്ഷെ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, 5 മിനിറ്റ് സംസാരത്തിലാണ് കലാനിലയം ഏരീസ് കലാനിലയമായിട്ട് മാറിയത്. വെറും 5 മിനിറ്റ്. അപ്പം അത്രയും അദ്ദേഹം ഈ കലാനിലയത്തിനെ പറ്റി അത്രയും ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹം എന്താ പറയുക, ഇത്രയും വലിയൊരു വ്യവസായിയും ഒക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം വലിയൊരു കലാകാരൻ. ഡാം 999 എന്നൊക്കെ അദ്ദേഹം എടുത്ത സിനിമയാണ്. മറ്റേ എന്താ പറയുക, ആരീസ് പ്ലസ് എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ, അപ്പോൾ അതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ അത്
അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിൽ 5 മിനിറ്റ് സംസാരത്തിലാണ് ഇത് കലാനിലയം ഏരീസ് കലാനിലയം കുറഞ്ഞ സമയത്തിലാണ് കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. അത് വലിയൊരു അത്ഭുതത്തിൻ്റെ വേറൊരു അത്ഭുതത്തിൻ്റെ തുടക്കമായിരുന്നു അത് സത്യം പറയാം. അങ്ങനെയാണ് ഞങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ 1. അപ്പം ഞാൻ ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ രക്തരക്ഷസ് അവതരിപ്പിച്ചാൽ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടില്ല, പഴയ തലമുറയെ വിഷമിപ്പിക്കാനും പാടില്ല. അവരുടെ മനസ്സിൽ ഓരോ ഡയലോഗ് പോലും മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചായിരുന്നു. എൻ്റെ ഉത്തരവാദിത്വം കൂടി അച്ഛനോടും അമ്മയോടുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ ഇദ്ദേഹത്തിനോടും വലിയൊരു ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിച്ചിട്ടും ഈ കലാനിലയം എന്ന ബ്രാൻഡിനെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കോട്ടം തട്ടാൻ പാടില്ല. അപ്പം അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ടാണ് ഇത് 2 ഭാഗങ്ങളായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ രക്തരക്ഷസ് ചാപ്റ്റർ 1, രക്തരക്ഷസ് ചാപ്റ്റർ 2. അപ്പോൾ ആദ്യം രക്തരക്ഷസ് ചാപ്റ്റർ 2 ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, ഈ രക്തരക്ഷസ് കാണാത്തൊരു തലമുറ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഉടനെ രക്തരക്ഷസ് 2 വന്നു കഴിഞ്ഞാൽ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രക്തരക്ഷസ് 1 ചാപ്റ്റർ 1 ആക്കി. അപ്പോൾ പഴയ നാടകത്തിനെ ചാപ്റ്റർ 2വിൻ്റെ മോഡിഫൈ ചെയ്തിട്ട് ചാപ്റ്റർ 2വിൻ്റെ എലിമെൻറ്റ്സും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു, അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്തുള്ള ഹാസ്യ പ്രധാനമായ രംഗങ്ങളൊക്കെ കട്ട് ചെയ്തു. അതെനിക്ക് വലിയൊരു ഭയമായിരുന്നു. കാരണം പഴയ തലമുറക്കാർക്ക് ഈ ഇതിലത്തെ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ചീനുപ്പട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം കണ്ടിട്ടാണ് ഹരിഹര പൂജപ്പരവിയ സിനിമയെ കൊണ്ടുപോയത്. അത്ര ഹിറ്റായിരുന്നു ആ കഥാപാത്രം. നമ്മുടെ രക്തരക്ഷസ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചീനുപ്പട്ടൻ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ആ കഥാപാത്രത്തൊക്കെ മാറ്റി ഞാൻ എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചല്ലേ. അപ്പം ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ എത്ര അത്യാധുനിക സിനിമകൾ കണ്ടിട്ട് വരികയാണതല്ലേ. അപ്പം അവരെ 2.25 മണിക്കൂറുണ്ട്. ആ പിടിച്ചിരുത്താന്ന് പറഞ്ഞത് വലിയൊരു സാഹസമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഭയമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹവും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം, ഈ ഇന്നും പണ്ടുണ്ടായിരുന്ന ഒരു വലിയൊരു തലമുറ, ഇതിന് കൂടെ കടന്നുപോയൊരു തലമുറയുണ്ടല്ലോ ഇതിനകത്ത് അഭിനയിച്ച്, അവരുടെയൊക്കെ പുണ്യം, അതൊന്നും ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ 3 സ്ഥലത്ത് നാടകം കളിച്ച്, കൊടുങ്ങല്ലൂർ എൻ്റെ അമ്മയുടെ നാട്ടിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യം ആരംഭിച്ചത്. പിന്നെ തൊടുപുഴയായിരുന്നു. അതിനുശേഷം പത്തനംതിട്ട വന്നു. പത്തനംതിട്ട വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പത്തനംതിട്ടക്കാർ രാത്രിയൊന്നും പുറത്തൊന്നും ഇറങ്ങൂല, വണ്ടി സൗകര്യമില്ല, ഇവിടെ രാത്രി 8 മണിയായി കഴിഞ്ഞാൽ ഇതായി പോകുന്നു. അത് കേട്ടപ്പോഴാണ് ഞാൻ ഇവിടെ തന്നെ ഇടാന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ല. അല്ല, എൻ്റർടൈൻമെൻറ്റ്സ് ഇല്ല, വിനോദാപാധികളില്ല, അല്ലേ? വിനോദത്തിന് വേറെ ഒരു ചാൻസും ഇല്ല. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇടാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ടത് സത്യം പറഞ്ഞു. പക്ഷെ അത് അവരുടെ വാക്കുകൾ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു എന്താ പറയുക കൂട്ടമായിരുന്നു ഇവിടെ. 9 മണിക്കാണ് ഹസ്ബൻഡും മോളും കൂടെ ഇവിടെ ആലോചിച്ചു 12 മണി. അതെ, അപ്പോൾ 8 മണിക്ക് ഉറങ്ങുന്ന പത്തനംതിട്ടയെ ഞങ്ങൾ ഉണർത്തി, അല്ലേ? പത്തനംതിട്ടക്കാരുടെ ഭയങ്കര കലാസ്നേഹികളാണ്. പിന്നെ അതേപോലെ മറ്റുള്ള ഇവിടുന്ന് നാടകം കണ്ടുപോയ ആൾക്കാർ അവരുടെ ഫേസ്ബുക്ക് വഴിയും മറ്റു നമുക്ക് വിചാരിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് അവർ തന്നെയാണ് പരസ്യം കൊടുത്തത്. ഞാൻ ഇവിടെ ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. നിങ്ങൾ ടൗണിൽ നോക്കിയാൽ ഒറ്റ ബോർഡ് വെച്ചില്ല, കാരണം ബോർഡ് വെച്ചാൽ മുനിസിപ്പാലിറ്റിക്കാർ എടുത്തുകൊണ്ട് പോകും. പക്ഷെ പരസ്യം കൊടുത്തത് ജനങ്ങളായിരുന്നു. വേർഡ് ഓഫ് മൗത്ത്. ശരിക്കും വേണ്ടതും അതാണ്. നമ്മൾ മറ്റേ പറഞ്ഞ് പരസ്യം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് തമ്മിൽ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞത്. അതാണ് യഥാർത്ഥ പരസ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് രാവിലെ പ്രോഗ്രാം വെച്ചു. അതും അതിൻ്റെ ഉദ്ദേശവും വരുന്ന തലമുറയിലേക്ക് ഈ നാടകം, ഈ പ്രസ്ഥാനവും കൈമാറണം. അവർക്കും അറിയണം കലാനിലയം എന്താണെന്ന്. ഇപ്പോൾ അവരൊക്കെ അതുപോലെ സ്കൂളുകളിൽ നാടകങ്ങൾ വെക്കണം, കുട്ടികളെ വെച്ചിട്ട്. പഠിപ്പെന്ന് മാത്രം ആയിക്കൊണ്ട് പാടില്ല, എൻ്റർടൈൻമെൻറ്റ് വേണം. ഈ പുതിയ തലമുറ ഈ കലാ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് മഴിമാറാൻ പറ്റും, അല്ലേ? അപ്പോൾ അതിനും കൂടി തുടക്കമായിട്ട് സ്കൂൾ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. മിക്ക സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വന്നു. അവർക്ക് നിറഞ്ഞ കൈയോടെ അവർക്ക് പോയിട്ട് നാടകം എപ്പോഴാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് ചോദിച്ചാൽ അവരിരിക്കുക. അപ്പോൾ അത് വേറെ തന്നെ കാണാം. ഈ കുട്ടികൾ പോയി വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മയും അവർ വന്നു, കാണാത്ത കൂട്ടുകാരന്മാരും വന്നു, കണക്ട് ചെയ്തു. അപ്പോൾ അത് വലിയൊരു സന്തോഷകാര്യമായാണ്. തൃപ്പൂണിത്തുറയിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറ സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകം കളിച്ചത്. അന്നും ഭയങ്കര തിരക്കായിരുന്നു. അന്ന് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു 11 മണിയാകുമ്പോഴേക്കും ടിക്കറ്റ് മുഴുവൻ ക്ലോസ് ആവും. സ്ത്രീകളുടെ ഏറ്റവും വലിയ ടിക്കറ്റ് എടുക്കാൻ നിന്ന ക്യൂ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ചാനലുകൾ വന്നിട്ട് ഇത് ടിക്കറ്റ് എടുക്കണം, ഈ ക്യൂ നിൽക്കണത് ഷൂട്ട് ചെയ്തിട്ട് അവർ പോയി ചാനലിൽ പറഞ്ഞു ഇത് സൂപ്പർ സ്റ്റാറുകളുടെ മറ്റവരുടെ സിനിമകൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ അല്ല, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കലാനിലയത്തിൻ്റെ നാടകം കാണാനുള്ള ക്യൂ ആണ്. അപ്പോൾ വളരെ എന്താ പറയുക, ജനങ്ങളിൽ നിന്നും പുതിയ തലമുറയിൽ നിന്നും വളരെ ഒരു സ്വീകാര്യത നമുക്ക് ഇവിടെ ലഭിച്ചു, ഇതുവരെ ലഭിച്ചിട്ടുണ്ട്, വീണ്ടും ലഭിക്കും. രക്തരക്ഷസ് ചാപ്റ്റർ 2 ആയിട്ട് ഇവിടെ വരും. കടമറ്റത്ത് കത്തനാർ വരും പുതിയ രൂപത്തിൽ. അതും മാറ്റങ്ങൾ വേണം. പണ്ട് അവതരിപ്പിച്ച കത്തനാർ അതേപോലെ കൊണ്ടുവന്നാലും ആൾക്കാർക്കത് നമ്മളെപ്പോഴും അവരെ ഇതിനകത്തേക്ക് എൻഗേജ്ഡ് ആക്കണമെങ്കിൽ പുതുമകൾ വേണം. പിന്നെ അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, വീണ്ടും കൊണ്ടുവരുന്ന. അന്ന് പണ്ട് അച്ഛനുള്ളപ്പോൾ ഉണ്ടായിരുന്ന നാടകമാണ് അലാവുദ്ദീൻ അത്ഭുതങ്ങൾ. അതിനകത്ത് കപ്പൽ വരും ആദ്യം തന്നെ, ട്രെയിൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറേ നമ്മൾ എന്താ പറയുക ഒരു വേദിയിൽ നമ്മുടെ സ്റ്റേജ് തന്നെ 10,000 സ്ക്വയർ ഫീറ്റാണ്.
സ്റ്റേജ് മാത്രം. ഓഡിറ്റോറിയത്തിനേക്കാളും വലുത് സ്റ്റേജാണ്. അതെ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ പ്രേക്ഷകരും വരട്ടെ എന്നുള്ള പ്രാർത്ഥന ഇവിടെ ആണ് നമ്മളിരിക്കുന്നത്. സാറിൻ്റെ വിലയേറിയ അനുഭവം നമുക്ക് പങ്കുവെച്ചു. അപ്പോൾ സാറിനോടൊരു വലിയ നന്ദി. ഞാൻ വീണ്ടും ഇങ്ങനെ തുടങ്ങാൻ വലിയൊരു കൈ തന്ന് സഹായിച്ചതും എൻ്റെ കൂടെ എന്താ പറയുക, ഇത് എൻ്റെ ഇപ്പം നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെങ്കിൽ അതിനൊരു ശക്തി വേണമല്ലോ. അതെ. സോഹൻ റോയ് സാറിനെ ഞാൻ എപ്പോഴും നന്ദിയോടെ സ്മരിക്കും. കാരണം ഏരീസിൻ്റെ ചെയർമാനാണ്. പക്ഷെ എന്നിട്ടും എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് എൻ്റെ കൂടെ എന്താ പറയുക ഇത് നിൽക്കുക എന്ന് പറഞ്ഞത് അത് വലിയൊരു അനുഗ്രഹമായിട്ട്, അതും അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എൻ്റെ കൂടെ നിൽക്കാൻ തോന്നിയത്. അപ്പോൾ താങ്ക് യു. താങ്ക് യു. അങ്ങോട്ടും ശരി.